രാവിലെ തന്നെ നമ്മൾ ചായ വെക്കാനുള്ള പരിപാടിയിലാണ്. ചായക്കകത്ത് ഞാൻ കുറച്ച് പൊടി കൂട്ടിയിട്ടാണ് ചായ എടുക്കുന്നത്. കാരണം എനിക്ക് കുറച്ച് കടുപ്പമുള്ള ചായ ഇഷ്ടം. അതുകൊണ്ട് ഞാൻ ചെറുപ്പം തൊട്ടേ അങ്ങനെയാണ് ശീലിച്ച് വന്നേക്കുന്നത്, കടുപ്പത്തിൽ ചായ കുടിക്കുക എന്നുള്ള രീതിയിൽ. അപ്പം ഞാൻ കടുപ്പത്തിലാണ് ചായ എടുക്കുന്നത്. പക്ഷേ വീട്ടിലെല്ലാവർക്കും ഒന്നും ഇത്രയും കടുപ്പമൊന്നും ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ എനിക്ക് എടുക്കുമ്പോൾ എപ്പോഴും കുറച്ച് കടുപ്പം കൂട്ടിയിട്ടാണ് എടുക്കുന്നത്. എല്ലാവർക്കും കൂടി എടുക്കുമ്പോൾ ഞാൻ കുറച്ച് കടുപ്പം കുറച്ചിട്ടാണ് എടുക്കാറ്. പിന്നെ ഞാനിപ്പം എന്നും തന്നെ രാവിലെ എനിക്കിപ്പോൾ ഒരു ശീലം എന്ന് പറഞ്ഞാൽ, ഞാൻ ചായ കുടിക്കുന്ന ഒപ്പം തന്നെ ഞാനൊരു നോവൽ വായിക്കും. ബെന്യാമിൻ്റെ മഞ്ഞവെയിൽ മരണങ്ങൾ എന്നുള്ള ഒരു ബുക്ക് വായിക്കും. അത് വായിക്കും തോറും നമുക്ക് അടുത്തതെന്താ അങ്ങനത്തെ ഒരു ക്യൂരിയോസിറ്റി ആ ബുക്ക് വായിക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട്. കുറേ നാളായിട്ടുള്ള എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഡ്രൈവിംഗ് പഠിക്കുക എന്നുള്ളത്. അപ്പോൾ ഡ്രൈവിങ്ങിന് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ പുറത്തോട്ട് ഇറങ്ങിയതാണ്. നമ്മൾ ഡ്രൈവിംഗ് പഠിക്കാൻ പ്ലാൻ ചെയ്തേക്കുന്നത് ജാനകി ഡ്രൈവിംഗ് സ്കൂൾ എന്ന് പറഞ്ഞ ഒരു ഡ്രൈവിംഗ് സ്കൂളിലാണ്. അത് വേങ്ങൂരാണ്. അപ്പം നമ്മൾ നേരെ അങ്ങോട്ട് പോവുകയാണ്. നേരെ ഡ്രൈവിംഗ് സ്കൂളിലോട്ട് നമ്മളെ യാത്ര തിരിച്ചു. നമ്മൾ എന്നിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ അവരില്ലായിരുന്നു. അപ്പോൾ കുറേ നേരം നമ്മളവിടെ വെയിറ്റ് ചെയ്ത് നിന്ന ശേഷമാണ് അവർ വന്നത്. ആ ഡ്രൈവിംഗ് സ്കൂളിൻ്റെ ഫ്രണ്ടിൽ തന്നെ 2 പട്ടികളൊക്കെ ഉണ്ട്. ഒരു നല്ല വെള്ള കുഞ്ഞി പട്ടിയും പിന്നെ ഒരു വലിയൊരു പട്ടിയും. അപ്പം അതിങ്ങനെ കുറച്ചുകൂടി നമ്മൾ പേടിച്ചു പോയി കേട്ടോ. ഞാൻ ശരിക്കും പേടിച്ചു പോയി. പിന്നെ ഞാൻ പോയ വഴിക്ക് നമ്മളൊരു മെഡിക്കൽ ടെസ്റ്റിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ റിസൾട്ട് നമ്മൾ വാങ്ങിയിട്ടാണ് പോയത്, ആലോവേദ എന്ന് പറഞ്ഞൊരു ഹോസ്പിറ്റലിൽ നിന്ന്. അപ്പോൾ അതും ജസ്റ്റ് അവിടെ നിന്ന് നോക്കി. പിന്നെ തിരിച്ചു വരുന്ന വഴിക്ക് ആ റിസൾട്ട് ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പിന്നെയും ഹോസ്പിറ്റലിൽ കയറി. അപ്പം കുറേ നേരം അപ്പം നമുക്ക് കിട്ടിയേക്കുന്ന ടോക്കൺ ഒരുപാട് ലേറ്റ് ആയിട്ടായിരുന്നു. ആ സമയം ഞാനൊരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ സ്റ്റുഡിയോയിൽ പോയി. അവിടെയും കുറച്ച് നേരം നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നു. കാരണം എൻ്റെ എല്ലാ ഫോട്ടോ ഞാൻ ഹെയർ അഴിച്ചിട്ടേക്കുന്നതുകൊണ്ട് എൻ്റെ ചെവി കവർ ചെയ്ത് കിടക്കുന്നതായിരുന്നു. അപ്പോൾ ഡ്രൈവിങ്ങിന് ചെവി കാണണം എന്ന് പറഞ്ഞ് നമ്മൾ മുടി കെട്ടി വെച്ചിട്ടൊരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. അങ്ങനെ നമ്മൾ ഫോട്ടോ എടുത്തിട്ട് തിരിച്ചു പോകും.